ഹായ് ഫ്രണ്ട്സ്, തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസ് അല്ലേ, അപ്പം നമ്മൾ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെയാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കണം കേട്ടോ. മൊത്തം ഐഡിയ നേടെയാണ് കേട്ടോ, അവൻ്റെയാണ് മൊത്തം പ്ലാൻ. ആദ്യം നമ്മളിത് എങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത് പുൽക്കൂടിനുള്ളത്, അത് വൺ ഫ്ലോപ്പായി. അത് സെറ്റ് ആവണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വേറെ ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഇത് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ ഇതിൽ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. മൊത്തം ആനയുടെ പ്ലാനാണ് കേട്ടോ. എങ്ങനെയാ ലാസ്റ്റ് വരിക അത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു പുൽക്കൂട് കാണാനായിട്ട്. അപ്പം നമ്മളവിടെ വെച്ച് നോക്കുകയാണ് അത് ഇരിക്കുമോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ സെറ്റായിട്ടുണ്ട്, നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെപ്പ് മരത്തിൻ്റെ ഒരു ചില്ലയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് നമ്മുടെ പാടത്തുണ്ടാവണ ഒരു തരം പുല്ലാട്ടോ, ഒരു ചെടിയുമേ ഉണ്ടാവണ ഒരു പുല്ല. അതിന് കുറേ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മളിവിടെ തൊട്ടടുത്ത പാടത്ത് പോയിട്ട് നമ്മൾ പൊട്ടിച്ചത്. നമ്മൾ മിക്ക വട്ടം പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് വെക്കാറ്. ഇങ്ങനെ ഇതൊരു വട്ടം ഇതിൻ്റെ ഒരു കഥയുണ്ട്. ഒരു വട്ടം നമ്മളിത് ഇങ്ങനെ വെച്ചു, മൊത്തം ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട്, ഞങ്ങളുടെ അനിയൻ ചെറുതായിരുന്നു കേട്ടോ, അത്രയ്ക്ക് വലിയ ബോധമുള്ള പ്രായമൊന്നായിരുന്നില്ല. എന്നിട്ട് അവൻ എന്തൊരു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തീപ്പെട്ടി കൊണ്ട് കത്തിച്ചു മെഴുകുത്തിരി, അതാ പുൽക്കൂട് കത്തിപ്പോയി. അങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ട്. ഇപ്പം ക്ലേ വെച്ചിട്ട് നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്യാണ്. പുൽക്കൂട് മാമൻ കത്തിച്ച്, എന്നിട്ട് അത് കത്തിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ക്ലേ ഒക്കെ വെച്ച് അത് സെറ്റാക്കാണ്. എവിടെ വെക്കണ്ടല്ലേ? ഇനി ഉള്ളിൽ എന്തിനാ വെക്ക? ഉള്ളിൽ അല്ല, നീ പറഞ്ഞു ഈ സാധനങ്ങൾ വെക്കുന്നത് അല്ലെങ്കിലേ അയ്യോ അത് മോന്തടിക്കും. ഇത്ര നേരം കൂടുന്ന പരിസരത്തേക്ക് വരാണ്ട് നീ വീഡിയോക്ക് വേണ്ടി വാചടിക്കാന്നുണ്ടെങ്കിൽ ചുട്ടുണ്ട്. ശരി, അന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസത്തെ വർക്കാണ് കേട്ടോ തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് ഓരോന്നിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇന്ത്യച്ചി ആയിരുന്നു കേട്ടോ. ഇന്ത്യച്ചി ഫസ്റ്റ് ഔട്ട് തന്നെയായിരുന്നു. ഞാനാണ് മടിച്ചിട്ട് നിൽക്കുക. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യച്ചിയാണ് എല്ലാത്തിലും മുൻകൈ എടുത്തിട്ട് നിൽക്കുക. ഞങ്ങൾക്കൊക്കെ ഒത്തിരി മടിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ഏകദേശം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ മാലബൾബ് ഇടാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളിൽ മാലബൾബ് ഇടാണ്. രണ്ടുണ്ണേശുണ്ടെന്ന് താങ്കള് പറയാ, രണ്ടുണ്ണേശുണ്ടെന്ന് മാലാക ഉണ്ണീശു എന്ത് ക്യൂട്ടാലേ.
ഇവിടെ വെക്കല്ലേ? അതാ മുകളിൽ വെച്ചിട്ട് സാധനം ഏതാ ഞാൻ പറയില്ല, ഞാൻ അടിക്കുകയാണ്. അനന്ത് മറ്റേ സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? ആയി നോക്കിറാ ബസ് കിട്ടുന്നത് അച്ഛൻ പാടത്തേക്കും പറയേണ്ടത് നോക്കട്ടെ, ഒന്ന് മാറുന്നല്ലായിരുന്നു മാറുന്നേ. നോക്കട്ടെ വെക്കണേട്ടാ, ഇപ്പൊ വെക്കണേട്ടാ. 12 മണിക്കാടാ. 12 മണിക്കാ വെക്കാ. കറക്റ്റ് 12 മണിക്ക് വീണു, ബോള് വീണു, ബോള് വീണു, ബോള് വീണു. എടുക്കണ ബസ് ബസ് കൂടെ നോക്കിയേ. ഇട്ടത് എന്താ മീൻകൂട്ടാ? മീൻകൂട്ടാ ലൈറ്റാ. ഞാൻ നോക്കാം. കഴിഞ്ഞില്ലേ? അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇത് ഫൈനൽ ലുക്കാണ്. എല്ലാവർക്കും കഴിഞ്ഞ് നമ്മുടെ പുൽക്കൂട് ഇങ്ങനെയായിരുന്നു. നടന്നാ മതിട്ടാ. പുൽക്കൂട് ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. കേക്കാടാ കേക്കാടാ കേക്ക്
കോമളിന്റെ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തു. എല്ലാവരും നല്ല ഹാപ്പിയൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.